ചങ്ങാരീസ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ തലയിലുണ്ടാകുന്ന ഈ പാനും ഈരും ഒക്കെ കളയാനായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ എന്തൊക്കെ റെമഡീസ് എടുക്കാം, എന്തൊക്കെ ടിപ്സ് എടുക്കാം എന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അതിന് മുമ്പായിട്ട് ഈ പാനിനെ ഈരിനെയും കുറിച്ചിട്ടൊക്കെ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞാലോ? എനിക്കും അറിയേണ്ടറിഞ്ഞില്ല. ഞാനൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയ കുറച്ച് ഇൻഫർമേഷൻസും കൂടി ഞാൻ നിങ്ങളുമായിട്ട് പാസ് ചെയ്യാണ്. അതിനുശേഷം നമുക്ക് ഹോം റെമഡീസിലോട്ടൊക്കെ പോകാം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമുക്ക് പാനിനെ കുറിച്ച് അറിയേണ്ട ഒരു കാര്യം, ഫസ്റ്റത്തെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പാൻ നമ്മുടെ തലയിൽ ഒരു 1 month വരെ ജീവിക്കും. അതായത് നമ്മൾ ഈ പാൻ ചീർപ്പും കാര്യങ്ങളൊക്കെ വെച്ച് നമ്മൾ ഡെയിലി തല ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പാൻ ഒരുവിധമൊക്കെ നമുക്ക് അതിനകത്ത് തന്നെ പോരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഈര് അത് ആ തലയിൽ തന്നെ ഇരിക്കും. ചില ചത്ത ഈരുകൾ നമ്മുടെ തലയിലകത്ത് കുറേ നാൾ മിക്കവർക്കും ഉണ്ടാവും. കുറേ ചത്ത ഈരുകൾ നമ്മുടെ തലയ്ക്കകത്ത് ഇരുന്നിട്ടുള്ള കുറേ പ്രശ്നങ്ങൾ അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ നമ്മുടെ ഈ പാനിന് ഞാൻ പറഞ്ഞില്ല, ഒരു 1 month വരെ ആ പാനിന് ആയുസുണ്ട്. ഇപ്പോൾ നമ്മൾ ഹെയറൊക്കെ വാഷ് ചെയ്ത് ടവൽ ചെയ്തതിന് ശേഷം ആ പാൻ ടവലിലേക്ക് പോകാമെന്ന് വിചാരിക്കാം. നമ്മുടെ തലയിൽ നിന്ന് പോയി, പക്ഷേ ടവലിൽ ഇരിപ്പുണ്ട്. അങ്ങനെ ഇരിക്കുന്ന പാനുകൾ ഒരു 30 to 40 hours വരെ വീണ്ടും ജീവിക്കുന്നതാണ് പറയുന്നത്. അതായത് നമ്മളൊരു 24 hours കഴിഞ്ഞ് വീണ്ടും ഹെയർ വാഷ് ചെയ്ത് ഈ തോർത്ത് യൂസ് ചെയ്തിട്ട് തന്നെ വീണ്ടും തല തോർത്താണെന്നുണ്ടെങ്കിൽ ആ പാൻ തിരിച്ച് തലയിലോട്ട് കയറാം. അങ്ങനെ 30 to 40 hours വരെ അവർ തലയിൽ, അതായത് അവർ ഫുഡൊന്നും ഇല്ലാതെ നമ്മുടെ തലയിൽ ഇരുന്ന് നമ്മുടെ ചോരയാണല്ലോ അവർ കുടിച്ചോട്ട് കുട്ടപ്പന്മാരായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇല്ലാതെ 30 to 40 hours വരെ അവർക്ക് ജീവിക്കാൻ കഴിയുമെന്നാണ് പറയുന്നത്. പിന്നെ മെച്യൂരിറ്റി എത്തിയ ഒരു പാൻ ദിവസം 8 to 10 ഈരിനെ പ്രൊഡക്ഷൻ ചെയ്യുന്നതാണ് പറയുന്നത്. ഒരു പാൻ 8 to 10. അപ്പോൾ ഒരു 10 പാൻ ഉണ്ടെങ്കിൽ എന്തുമാത്രം ഈര് അവർ നമ്മുടെ തലയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈരുകളൊക്കെ എങ്ങനെ പോകുന്നത്? ഈ ഈരിനകത്ത് തന്നെ ഒരു പശയുണ്ട്. അതുകൊണ്ടാണ് ഈ ചത്ത് കഴിഞ്ഞാലും ഈര് നമുക്ക് ഇത് വലിച്ചാലും പോവാത്തത്. അതായത് അതിൽ തന്നെ സ്റ്റിക്ക് ചെയ്തിരിക്കുന്നത് ഈരുകൾക്ക് ഒരു പശയുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ. ഈ പശ പോകാനായിട്ട്, അതായത് ഈ ചത്ത ഈരുകളെ കളയാനായിട്ടുള്ള ഒരു ഹോം റെമഡി ഞാൻ പറയുന്നുണ്ട്. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ് ആയിട്ട് കാണാം. നമുക്ക് നേരെ ഇനി റെമഡീസ് എന്താണെന്ന് നോക്കിയാലോ. ഓക്കെ, റെമഡി നമ്പർ 1, നമ്മുടെ കോക്കനട്ട് ഓയിലില്ലേ, നോർമൽ കോക്കനട്ട് ഓയിൽ, അതൊരു 100 ml എടുക്കുക. അതിലേക്ക് നമ്മുടെ പൊടിച്ച കർപ്പൂരം, ഒരൊറ്റ കട്ട കർപ്പൂരം അത് പൊടിച്ചിട്ട് അതിനകത്തേക്ക് ചേർത്തിട്ട് ഒരു ദിവസം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. അതിനുശേഷം അത് നമ്മൾ തലയിൽ തേച്ചിട്ട് കുളിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈരും പാനും ഒക്കെ അപ്പാടെ പോകും കേട്ടോ. ട്രൈ ചെയ്ത് നോക്കുക. ദെൻ റെമഡി നമ്പർ 2, നമ്മുടെ ആര്യവേപ്പില്ലേ, കക്കണ വേപ്പിൻ്റെ ആര്യവേപ്പിൻ്റെ ഇല എന്നൊക്കെ പറയും. ആ ഇല തിളപ്പിച്ചിട്ട്, അതായത് ഇപ്പോൾ ഒരു 1 glass എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 5 or 10 കതിർ, അതായത് ഒരൊറ്റ തണ്ട് ആര്യവേപ്പിൻ്റെ ഇല ഒരു 1 to 2 glass വെള്ളത്തിൽ നന്നായിട്ട് തിളപ്പിക്കുക. എന്നിട്ട് ആ വെള്ളം വെച്ചിട്ട് നമ്മൾ തല വാഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഈരും പാനുകളൊക്കെ ചത്തുപോകും കേട്ടോ. റെമഡി നമ്പർ 3, നമ്മുടെ വെളുത്തുള്ളിയില്ലേ, അതൊരു 10 അല്ലി വെളുത്തുള്ളി എടുക്കുക. അതിനുശേഷം ഒരു 5 tablespoon വെള്ളം ചേർത്തിട്ട് ഈ വെളുത്തുള്ളി അരച്ചെടുക്കുക. അതിൻ്റെ നീര് നമ്മൾ തലയിൽ തേക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ തലയിലത്തെ ഈരും പാനും ഒക്കെ ചത്തുപോകും കേട്ടോ. റെമഡി നമ്പർ 4, നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന നമ്മുടെ വീട്ടിലുള്ള കഞ്ഞിവെള്ളം. ആ കഞ്ഞിവെള്ളം ഒരു 1 glass കഞ്ഞിവെള്ളം എടുക്കുക. കൂടെ ഒരു പിടി തുളസി, ഒരു പിടി കറ്റാർവാഴ, ഈ 2 ലീഫും കൂടിയിട്ട് നമ്മൾ താളിയൊക്കെ ഇങ്ങനെ പിഴിഞ്ഞെടുക്കില്ലേ, അതുപോലെ ഈ കഞ്ഞിവെള്ളത്തിൽ പിഴിഞ്ഞെടുത്തിട്ട് ആ വെള്ളം നമ്മൾ തലയിൽ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് താരനും അതുപോലെ ഈര് പാൻ എല്ലാം പോകും കേട്ടോ. ഒരൊറ്റ യൂസിൽ തന്നെ നല്ല റിസൾട്ട് കിട്ടുന്ന സംഭവങ്ങളാണ് ഇതെല്ലാം. റെമഡി നമ്പർ 5, ഉപ്പില്ലേ, നമ്മൾ കറിക്കൊക്കെ ഉപയോഗിക്കുന്ന ഉപ്പ്, വിനാഗിരി, ചൊറുക്ക വിനാഗിരി എന്നൊക്കെ പറയും, അതും കുറച്ച് വെള്ളം, ഇത് 2 കൂടി മിക്സ് ചെയ്തിട്ട്, ഈ 3 കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ തലയിലകത്തേക്ക് തേക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈരിനകത്തുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ ആ പശയില്ലേ, അതൊക്കെ വിട്ടുപോരും. ഈ വിനാഗിരിക്ക് ആ പശേനെ വിടിയിക്കാനുള്ള ഒരു കഴിവുണ്ട്. സോ ഈ ഉപ്പും വിനാഗിരിയും വെള്ളം കൂടി ചേർത്തിട്ടുള്ള ആ ഒരു മിക്സ് നമ്മൾ തലയിൽ തേക്കുകയാണെന്നുണ്ടെങ്കിൽ ചത്ത ഈരുകൾ നമ്മുടെ തലയിൽ നിന്നും അപ്പാടെ നീക്കാനായിട്ട് യൂസ്ഫുൾ ആണ്. സോ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ടിപ്പ് നമ്പർ 6, നമ്മുടെ കൃഷ്ണ തുളസിയിലെ നീരെടുത്തിട്ട് നമ്മൾ രാത്രി കിടക്കുമ്പോൾ തലയിൽ പുരട്ടിയിട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഈരും പാനും ഒക്കെ പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പോരാത്തതിന് ഇതിൻ്റെ തണ്ടിയിൽ നമ്മൾ ഇത് പൊട്ടിക്കുന്നത് അതും കുറച്ച് തലയിൽ വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ഈരും പാനുകളൊക്കെ ചത്തു പോകും കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ റെമഡീസും കാര്യങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മൾ ഒരാൾ പോലും നമ്മൾ ഇപ്പോൾ ചെറുപ്പകാലത്ത്, അതായത് നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന ടൈമിലാണെങ്കിൽ ഇങ്ങനെ മാന്താത്തവരോ ഇങ്ങനെ വലിക്കാത്തവരോ ഉണ്ടാവില്ല. ഇതൊക്കെ വെറുതെ എന്തിനാണ് ഇവരെ നമ്മൾ തലയിൽ വെച്ചിട്ട് ഒരു കാര്യമില്ല. സോ ഇങ്ങനെയുള്ള റെമഡീസൊക്കെ യൂസ് ചെയ്തിട്ട് ഇവരൊക്കെ നമ്മുടെ തലയിൽ നിന്ന് ഇറക്കി വിടുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഈ പറഞ്ഞ റെമഡീസും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. ഇപ്പോൾ ഞാൻ 6 റെമഡീസ് പറഞ്ഞു, അതിൽ ഏതാണോ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടും നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുന്നത് എന്തൊക്കെ സാധനങ്ങൾ വെച്ചിട്ട് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ അതൊക്കെ വെച്ചിട്ട് ഒന്ന് ചെയ്ത് നോക്കുക. വെറുതെ നമ്മളിത് തലയിൽ കൊണ്ട് നടക്കേണ്ട ആവശ്യമില്ലല്ലോ. സോ എല്ലാവരും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീഡിയോസ് നമ്മൾ ഷെയർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങളിത് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈക്ക് ചെയ്യുക, നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നതിൽ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാവരുടെയും സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ്. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ.